ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. വാഴ്ക യേശു രാജാവേ, എൻ സൗഖ്യദാതാവേ. എന്നാത്മം ദേഹി ദേഹവും സമ്പൂർണമായി വാഴ്ക. വാഴ്ക യേശു രാജാവേ, എൻ സൗഖ്യദാതാവേ. എന്നാത്മം ദേഹി ദേഹവും സമ്പൂർണമായി വാഴ്ക. സമ്പൂർണമായി വാഴ്ക. സമ്പൂർണമായി വാഴ്ക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്തവും അറിയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, നീ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ. എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടേണ്ട മേഖലകൾ തിരിച്ചറിഞ്ഞ് നീ അവിടെയെല്ലാം ഇടപെടണമേ. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രോഗമേഖലകളെയും, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നീ തൊട്ട് സുഖപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പാപമേഖലകളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, എൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. നിനക്ക് വസിക്കാൻ എൻ്റെ ഹൃദയത്തെ യോഗ്യമാക്കി തീർക്കണമേ. നീ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നീ നീക്കിക്കളയണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ആരാധന യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി, ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ, നീ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ. നീ എൻ്റെ ഉള്ളിൽ വന്ന് നിറയണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ, വലിയ ദാഹത്തോടെ, വലിയ ആഗ്രഹത്തോടെ നിന്നെ വിളിച്ചപേക്ഷിക്കുക. നീ എൻ്റെ ഉള്ളിലേക്ക് വന്ന് നിറയണമേ, എന്നിൽ നിറയണമേ.
നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ നന്ദി, യേശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോയെ ആരാധന. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, ഈ കഴിഞ്ഞ നാളുകളിൽ വായിച്ച ഒരു തലക്കെട്ട് ഓർക്കുക. അതിപ്രകാരമാണ്: ക്രൈസ്റ്റ് ഈസ് എ ഡിസ്റ്റർബിംഗ് ഗോഡ്. ക്രിസ്തു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നാമെങ്കിലും ഒന്ന് ധ്യാന വിഷയമാക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണത്. ക്രൈസ്റ്റ് ഈസ് എ ഡിസ്റ്റർബിംഗ് ഗോഡ്. ക്രിസ്തു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. നമ്മളെല്ലാവരും സ്വസ്ഥത ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത് തന്നെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ച് സമയം വന്നിരുന്നാൽ വലിയ ആശ്വാസം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രിയമുള്ളവരെ, പക്ഷേ ക്രിസ്തു നമ്മുടെ അടുത്തേക്ക് വന്നാലും നമ്മൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെന്നാലും അതിൻ്റെ ഫലം ഒന്നാണ്: അവൻ നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. പിന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ അവൻ നമ്മളെ സമ്മതിക്കില്ല. കാരണം അവൻ്റെ അടുത്തേക്ക് നമ്മൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അവൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കുറവുകളാണുള്ളത് എന്ന്. ക്രിസ്തുവിനോട് നമ്മൾ അടുക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയും, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കടന്നു വന്ന വഴികൾ തെറ്റായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റി നിർത്തേണ്ട ഒരുപാട് ബന്ധങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒഴിച്ചു കളയേണ്ട ഒരുപാട് ദിനചര്യകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വേണ്ട എന്ന് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രിസ്തു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അസ്വസ്ഥതകൾ തരും. നാം അവനെ സ്നേഹിക്കാൻ, നാം അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തയ്യാറായി കഴിഞ്ഞ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് സക്കേവൂസ്. ഈശോയെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഈശോയുടെ അടുത്തേക്ക് പോകാൻ അവൻ തയ്യാറാകുന്നില്ല. കാരണം അവൻ ബുദ്ധിമാനാണ്. അവനറിയാം, അവൻ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ, ക്രിസ്തുവിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ അവൻ്റെ ജീവിതത്തിൽ പലതും വേണ്ട എന്ന് വെക്കേണ്ടി വരും. പത്രോസിന് വലയും വഞ്ചിയും നഷ്ടമായതുപോലെ, പാപിനിയായ സ്ത്രീക്ക് സുഗന്ധ തൈലം നഷ്ടമായതുപോലെ തൻ്റെ ജീവിതത്തിലും ഒരുപാട് നഷ്ടങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സക്കേവൂസ് എന്ന ബുദ്ധിമാനായ മനുഷ്യൻ എന്തു ചെയ്തു? അവൻ സിക്കമോർ മരത്തിൻ്റെ മുകളിൽ കയറി നിന്നു. ക്രിസ്തുവിൻ്റെ അടുത്ത് പോയില്ല. ക്രിസ്തു അവൻ്റെ അടുത്തേക്ക് വരാതിരിക്കാനുള്ള സാഹചര്യം അവൻ സൃഷ്ടിച്ചു. എന്നാൽ ഈശോ സിക്കമോർ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് സക്കേവൂസിനോട് പറയുകയാണ്, നീ ഇറങ്ങി വാ, എനിക്കിന്ന് നിന്നോടൊപ്പം നിന്റെ ഭവനത്തിൽ വസിക്കണം. പിന്നീട് സക്കേവൂസ് ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. അവൻ്റെ ജീവിതത്തിൽ പലതും വേണ്ടയെന്ന് വെക്കേണ്ടി വന്നു. അവൻ ആർജിച്ചെടുത്ത ആരുടെയെങ്കിലും സമ്പത്ത് അനർഹമായി സ്വന്തമാക്കിയെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അവൻ്റെ സമ്പത്തിൽ പകുതി പാപങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. ക്രിസ്തു അവൻ്റെ ജീവിതത്തിലേക്ക് അസ്വസ്ഥതകൾ നൽകി. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഓരോ പ്രഭാതത്തിലും പത്രം വായിക്കുന്നവരാണ്. പത്രം വായിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഒരുപാട് ആക്രമണങ്ങൾ, ഒരുപാട് അപകട മരണങ്ങൾ, പീഡനങ്ങൾ, ക്രൂരതകൾ, കൈക്കൂലി, ബലാത്സംഗം, ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകളും പല വ്യക്തികളെയും കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിക്കും. ഈ പത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ ദൈവമേ, ഇവരെക്കാളൊക്കെ എത്രയോ ഭേദമാണ് ഞാൻ.
അത്ര വലിയ തിന്മകളൊന്നും ചെയ്യേണ്ട സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ, ഇവരെക്കാളൊക്കെ ഒരുപാട് ഭേദപ്പെട്ട ജീവിതം നയിക്കുന്നവനാണല്ലോ ഞാൻ. പത്രം വായിക്കുമ്പോൾ ഈ ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഓരോ പ്രഭാതത്തിലും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ ആ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത മറ്റൊന്നായിരിക്കും. എൻ്റെ ദൈവമേ, ഞാൻ എത്ര വലിയ പാപിയാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. അത് നമ്മളോട് പറയും, നിന്റെ ഈ പോക്ക് ശരിയല്ല. നിന്റെ ജീവിതത്തിൽ നീ ക്രിസ്തുവിനെ സ്നേഹിക്കണമെങ്കിൽ, ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ മാറ്റിവെക്കണം. ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുന്നതിൽ തടസ്സം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നാം തിരിച്ചറിയും, ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാണ് എന്ന്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിയുള്ളവരാണല്ലോ. ഒരിക്കലും തുറക്കാത്ത പുസ്തകമായി നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം സൂക്ഷിച്ചു വയ്ക്കും. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തു അസ്വസ്ഥപ്പെടുത്തുന്ന ദൈവമാണ്. ക്രിസ്തു നിന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ ഇന്നുവരെയുള്ള വഴികളിൽ നിന്നും മാറി നടക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ, നീ ക്രിസ്തുവിനോട് അടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥതയും ഇല്ല എങ്കിൽ, നിന്റെ ജീവിതം വളരെ സ്വസ്ഥമാണ് എങ്കിൽ തിരിച്ചറിയുക, നീ ക്രിസ്തുവിൽ നിന്ന് വളരെയേറെ അകലെയാണ്. ക്രൈസ്റ്റ് ഈസ് എ ഡിസ്റ്റർബിംഗ് ഗോഡ്. സ്വസ്ഥത ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ നാളുകളിൽ കേട്ട ഒരു തമാശ കഥ ഓർക്കുകയാണ്. അതിപ്രകാരമാണ്: ഒരു പള്ളിയിലച്ചൻ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന മധ്യേ നന്നായി ഒരുങ്ങി മനോഹരമായ പ്രസംഗം പറയും. എന്നാൽ എല്ലാ പ്രസംഗ സമയത്തും ഈ അച്ഛൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ ഇടവകയിലെ വൃദ്ധനായ ഒരു മനുഷ്യൻ മുൻപിൽ തന്നെ വന്നിരുന്ന് ഉറങ്ങും. ഇത് കണ്ട വികാരിയച്ഛൻ ആ വൃദ്ധനായ മനുഷ്യൻ്റെ കൊച്ചുമകനെ വിളിച്ചു പറഞ്ഞു, നിന്റെ വല്യപ്പനെ ഉറങ്ങാതെ പ്രസംഗത്തിൻ്റെ സമയത്ത് പള്ളിയിൽ ഇരുത്തുകയാണ് എങ്കിൽ നിനക്ക് ഞാൻ ഓരോ ഞായറാഴ്ചയും 10 രൂപ വെച്ച് തരാം. കുട്ടിക്ക് സന്തോഷമായി. അവൻ പള്ളിയിൽ തൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കും. പ്രസംഗം തുടങ്ങുന്ന സമയം മുതൽ അവൻ തൻ്റെ മുത്തശ്ശനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രസംഗത്തിൻ്റെ സമയത്ത് ഉറക്കാതെ നിർത്തും. 2 ആഴ്ച അങ്ങനെ കടന്നുപോയി. ഈ 2 ആഴ്ചയും വികാരിയച്ഛന് വലിയ സന്തോഷമായി. എൻ്റെ പ്രസംഗ സമയത്ത് എന്തായാലും ഈ വൃദ്ധനായ മനുഷ്യൻ ഉറങ്ങാതെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. 3-ാമത്തെ ആഴ്ചയിൽ വികാരിയച്ഛൻ നോക്കുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ തൻ്റെ പ്രസംഗ സമയത്ത് ഈ വൃദ്ധൻ ഇരുന്ന് ഉറങ്ങുക. കുർബാന കഴിഞ്ഞ പാടെ കൊച്ചുമകൻ്റെ അടുത്ത് എന്ന് വികാരിയച്ഛൻ പറഞ്ഞു, നീ എന്നാലും എന്നോട് എന്താണ് ഈ ചെയ്തത്? നിനക്ക് ഞാൻ പറഞ്ഞതല്ലേ 10 രൂപ തരാമെന്ന്. കഴിഞ്ഞ 2 ആഴ്ചയിൽ നിന്റെ വലിയച്ചാച്ചൻ ഉറങ്ങാതിരുന്നു, എന്നാൽ ഈ ആഴ്ച മുതൽ ഇതാ വീണ്ടും ഉറങ്ങുന്നു. അപ്പോൾ ഈ കുട്ടി അച്ഛനോട് പറയുകയാണ്, അച്ഛൻ എനിക്ക് 10 രൂപ തരാമെന്നല്ലേ പറഞ്ഞത്, എന്നാൽ എൻ്റെ വലിയച്ചാച്ചൻ എന്നോട് പറഞ്ഞു പ്രസംഗ സമയത്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, എന്നെ ഉപദ്രവിക്കാതിരിക്കുകയാണെങ്കിൽ നിനക്ക് 25 രൂപ വെച്ച് തരാം. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം. സ്വസ്ഥത മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലേക്ക് അസ്വസ്ഥതകൾ കടന്നു വരുന്നത് നമുക്കാർക്കും ഒരിക്കലും ഇഷ്ടമല്ല. എന്നാൽ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തയ്യാറാണ് എങ്കിൽ അസ്വസ്ഥതകൾ ഏറ്റുവാങ്ങാൻ നീ തയ്യാറാകണം. വിശുദ്ധരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും ജീവിതത്തിൽ അസ്വസ്ഥതയുടെ നാളുകൾ കടന്നു വന്നത്. ലൊറേറ്റോ ആശ്രമത്തിലായിരുന്ന മദർ തെരേസായുടെ ജീവിതത്തിൽ ക്രിസ്തു അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ അവൾ കൽക്കട്ടയുടെ തെരുവീതികളിലേക്ക് ഇറങ്ങി. അവൾക്ക് ഇറങ്ങാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു, കാരണം ക്രിസ്തു അവളെ അസ്വസ്ഥപ്പെടുത്തി. ഫ്രാൻസിസ് അസീസി എന്ന പുണ്യാളൻ ക്രിസ്തു അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ അസീസിയുടെ തെരുവോരങ്ങളിലൂടെ ഒരു ഭിക്ഷക്കാരനെ പോലെ നടന്നു നീങ്ങാൻ തയ്യാറായി. നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിശുദ്ധ അന്തോണീസ് ക്രിസ്തു അവൻ്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ലിസ്ബണിലെ ആശ്രമത്തിൽ ചേരാൻ തയ്യാറാകുകയാണ്. ഈ ധൈര്യം അവർക്ക് നൽകിയത് ക്രിസ്തുവാണ്. ക്രിസ്തു അവരെ അസ്വസ്ഥപ്പെടുത്തി. ആ അസ്വസ്ഥതയെ
ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുന്നതിനുള്ള കാരണമായി തീർന്നു. പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് ഡ്രാക്ക് എന്ന് പറയുന്ന ഒരു കവിയുടെ മനോഹരമായ ഒരു കവിതയുണ്ട്. അതിൻ്റെ പേരിപ്രകാരമാണ് ഡിസ്റ്റർബസ് ഓ ലോ. ഇപ്രകാരമാണ് കവി കുറിച്ചു വയ്ക്കുന്നത്: കർത്താവേ, ഭൂമിയിൽ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നങ്ങൾ പൂർത്തിയായി ഞങ്ങൾ സംതൃപ്തി അടയുമ്പോൾ നീ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുക. അല്പം കൂടി ഉദാത്തമായ സ്വപ്നങ്ങൾ കാണാൻ. ലഘുയാത്രകൾ ചെയ്ത് സുരക്ഷിതരായി ഞങ്ങൾ തീരത്തെത്തുമ്പോൾ നീ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുക. സ്വർഗത്തിലേക്ക് നിത്യമായ യാത്രയ്ക്ക് തയ്യാറെടുക്കുക. ലൗകിക സമ്പത്തിനായി, ഭൂമിയിൽ സമ്പത്ത് വാരിക്കൂട്ടുന്നതിനായി ഞങ്ങൾ അതിയായി ദാഹിക്കുമ്പോൾ നീ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുക. ജീവജലത്തിനു വേണ്ടി ദാഹിക്കാൻ, ഭൂമിയിൽ ഭവനങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ട് നെട്ടോട്ടമോടുമ്പോൾ നീ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുക. സ്വർഗത്തിൽ നിത്യമായ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കാൻ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെയും പ്രാർത്ഥനയായി തീരട്ടെ. കർത്താവെ, നീ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുക. പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് പറയാം: ഈശോയെ, എൻ്റെ ജീവിതത്തിൽ നീ തരുന്ന ഓരോ അസ്വസ്ഥതകളും നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നതിന് വേണ്ടിയും സ്വർഗം സ്വന്തമാക്കുന്നതിന് എന്നെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ളതുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈശോയെ, നീ എന്നെ അസ്വസ്ഥപ്പെടുത്തിയാലും. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവേ, സ്വസ്ഥത മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സ്വസ്ഥതയ്ക്ക് വേണ്ടി, ഈ സമാധാനത്തിന് വേണ്ടി, ഈ സംതൃപ്തിക്ക് വേണ്ടി പലപ്പോഴും ദൈവം തരുന്ന പല ഉൾവിചാരങ്ങളെയും നല്ല ചിന്തകളെയും ഞങ്ങൾ മറന്നു കളയാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നീ ഞങ്ങളോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഇതല്ല വഴി, ഇതിലെ അല്ല നീ സഞ്ചരിക്കേണ്ടത് എന്ന് പലയാവർത്തി പലരിലൂടെ നീ ഞങ്ങളോട് പറയുമ്പോഴും ഞങ്ങൾ അതിന് തയ്യാറാകാറില്ല. ഞങ്ങളുടേതായ സന്തോഷങ്ങളുടെ, ഞങ്ങളുടേതായ സുഖങ്ങളുടെ പിന്നാലെയാണ് കർത്താവേ പലപ്പോഴും ഞങ്ങളുടെ യാത്ര. കർത്താവേ, ഈ ലോകം തരുന്ന സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകം തരുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, അവയുടെ പിന്നാലെ ഞങ്ങൾ നടന്നു നീങ്ങുമ്പോൾ നീ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തണമേ. നിന്നെ കൂടുതലായി സ്നേഹിക്കാൻ, നിന്നോട് കൂടുതലായി ചേർന്ന് നിൽക്കാൻ, നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ കർത്താവേ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയാലും, കർത്താവേ ഞങ്ങളുടെ ഉള്ളിലേക്ക് നിന്നെ സ്നേഹിക്കാനുള്ള തീവ്രമായ ആഗ്രഹം തന്നാലും ആഴത്തിൽ നീ ഞങ്ങളെ സ്പർശിക്കണമേ. ആഴത്തിൽ നീ ഞങ്ങളെ തൊടണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗാധതകളിലേക്ക് നിന്നെ സ്നേഹിക്കാനുള്ള വലിയ തീക്ഷ്ണത അങ്ങ് പകർന്നു തന്നാലും, വലിയ ആഗ്രഹത്തോടെ, തീക്ഷ്ണതയോടെ ഈ ഗാനത്തിൻ്റെ ഈരടികൾ ഏറ്റുപാടി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ.
ഈശോയെ, ആഴത്തിൽ നീ എന്നോട് ഇടപെടണമേ. എൻ്റെ ആത്മാവിൽ നീ ഇടപെടണമേ. ആത്മാവിൽ എന്നോടൊന്നിടപെടണേ. പുതിയൊരു ജീവിതം നയിക്കാൻ, നിനക്ക് പ്രിയപ്പെട്ടവനായി പ്രിയപ്പെട്ടവളായി ജീവിക്കാൻ വലിയ ബോധ്യങ്ങൾ തന്ന് നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. ഈ ലോകം തരുന്ന സന്തോഷവും സുഖവും അല്ല, നീ നൽകുന്നതാണ് നിത്യമായ സന്തോഷമെന്നുള്ള ബോധ്യത്തോടെ നിന്നെ തേടാൻ നീ എന്നെ സഹായിക്കണമേ. നീർച്ചാലിന് വേണ്ടി മാൻപേട കേഴുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ, നീ നൽകുന്ന ജീവജലം സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. വാൻനീർത്തോടിനായി കാക്ഷിക്കും ആത്മാവിനായി ദാഹിക്കും നേ. വാൻനീർത്തോടിനായി കാക്ഷിക്കും ആത്മാവിനായി ദാഹിക്കും നേ. ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. എൻ്റെ ജീവിതത്തെ പുതുതാക്കണമേ. എൻ്റെ ജീവിതത്തെ നിനക്ക് പ്രിയമുള്ളതാക്കണം. യേശുവേ, ഇടപെടണേ. എൻ്റെ ആത്മാവിനെ നീ വിശുദ്ധീകരിക്കണം. ഈശോയെ, സ്വർഗം സ്വന്തമാക്കുന്നതിന് വേണ്ടി എൻ്റെ ആത്മാവിനെ നീ ഒരുക്കണമേ. യേശുവേ, നന്ദി. യേശുവേ, ആരാധന. യേശുവേ, സ്തുതി. യേശുവേ, ആരാധന. ഹല്ലേലൂയ. യേശുവേ, നന്ദി. യേശുവേ, ആരാധന. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തണമെന്നുള്ള ആഗ്രഹത്തോടെ, എൻ്റെ ഈശോയെ, നീ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ മുട്ടിന്മേലായിരുന്നു കൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തെ
സ്വർഗത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.